ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് റൈറ്റിങ്സ് ഒക്കെ എഴുതി നമുക്ക് നല്ല ഭംഗിയായി കിട്ടുക. അപ്പോൾ അതിന് സ്കെച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് റൈറ്റിങ്സ് എഴുതി ഞാൻ 2 പേജ് കൊണ്ട് ഫുള്ളാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പേജ് കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് കാണിച്ചു. അപ്പോൾ ഞാൻ എഴുതിയതിൻ്റെ കൂടെ ഞാൻ ഫോട്ടോ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മെമ്മറീസ് ഉണ്ട്. അത് ഞാൻ ഫയലിലാക്കിയാണ് വെച്ചിട്ടുണ്ട്. ആ ഫയലിൽ ഞാൻ അപ്പോൾ ഫയലിനുള്ളിൽ ഞാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു മെമ്മറീസ് ചെയ്യാനാണ് താല്പര്യം. ഇങ്ങനെ തന്നെ ഒട്ടിച്ച് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെറുതെ ഗ്ലൂ ഇങ്ങനെ ഇതാക്കിയിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്താൽ മതി. ഞാൻ ഉണങ്ങാൻ വെയിറ്റ് ചെയ്യില്ല. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഉണങ്ങാൻ വെച്ചാൽ ഇങ്ങനെ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു സെക്കൻഡ് വിട്ട് പോകാനായിട്ട് ചോക്ലേറ്റ് പിന്നെ ഇങ്ങനെ ഞാൻ ഈ ഡെയറി മിൽക്ക് വെച്ചിട്ടാണ് സിൽക്ക് വാങ്ങിക്കുന്നത്. കിട്ടിയില്ല നമുക്ക് ആ സാധനം ഞാൻ ചുറ്റി കൂട്ടിയിട്ട് കീറി കളയാൻ കീറി ഇട്ട് വെച്ചു. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല ഈ ചോക്ലേറ്റ് ചോക്ലേറ്റ്. ഞാൻ തീമൊന്നും ആദ്യം വിചാരിച്ചതല്ല ചെയ്യാൻ. എൻ്റെ കയ്യിൽ തീം ഞാൻ ഈ ജേണലിൽ മാത്രമായിട്ടാണ് ഗ്ലൂ മാറ്റിയിട്ടുള്ളത്. മാറ്റി വെച്ചിട്ടുണ്ട് അതിനെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ട് കുറഞ്ഞായിരിക്കും കേൾക്കുന്നത്. അത് കാരണം ഞാൻ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട്. ഇത് മതി ഞാൻ കുത്തിയിരിക്കുന്നില്ല. സ്റ്റിൽ ആയാൽ ഒന്ന് ഒപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒപ്പിച്ചിട്ടുള്ളത്. അയൺ ചെയ്ത് കുറച്ചൊന്ന് ഇതാക്കിയിട്ട് ഒട്ടിച്ച് വെക്കുന്നതാണ് നല്ലത്. അതിനാണ് പരത്തി കൊടുത്തത്. ഇത് കണ്ടിട്ട് ഇങ്ങനത്തെ എനിക്ക് ഒട്ടിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഈ ഗ്ലൂ വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഗ്ലൂ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ കൊടുക്കാൻ വിചാരിച്ചാണ്. ഗുഡ് ഐഡിയ. ഇത് ഞാൻ ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഫസ്റ്റ് ഇത് വരക്കിയെടുക്കുന്നു. ഞാൻ മറന്നുപോയി. എനിക്ക് ഡെയറി തന്നെ വേണമെന്നുണ്ട്. എന്ത് മെമ്മറി ആണെങ്കിലും എടുത്തല്ലോ. ഈ മെമ്മറി കൊണ്ട് ജോലി ചെയ്ത് വെക്കണമെന്നാണ് മെമ്മറി ആണെങ്കിൽ
കുറച്ച് നല്ലോണം ഒട്ടിക്കണം ഗ്ലൂ വെച്ചിട്ട്. ഇത് ഇരിക്കില്ല അങ്ങനെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഏകദേശം നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനി ഇതാ ഈ ഒരു പേപ്പറിൻ്റെ പേരെടുത്തിട്ടോ ഈ പേപ്പറിനെ കട്ട് ചെയ്ത് ഒട്ടിട്ട് ഒട്ടിക്കാനാണ്. കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറയാൻ കുറച്ച് ബോർഡ് ഇതൊക്കെ നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ സവാള ഓർത്തില്ല. അപ്പോൾ നമ്മൾ മെമ്മറി കുറച്ചുകൂടി മെമ്മറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. കുറേ കാലം നിലനിൽക്കുന്ന വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. പ്രത്യേകിച്ച് നോ ഐഡിയാസ് അപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെ അടിച്ചു കൊടുത്ത് ഇനി ഞാൻ ഇതിലേക്ക് ഇത് പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ സീപ്പിന് അവരൊരു തോന്നുന്നു ചെയ്യുന്നത് കാഡ്ബറിന്ന് എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡെയറി മിൽക്ക് അങ്ങനെ ചെയ്യാൻ വെച്ചാൽ ലെവലായിട്ട് നമുക്ക് മുറിച്ചു. എനിക്ക് ഫസ്റ്റ് ഒരു മൂടുണ്ടായില്ല ലീവ് കൊടുക്കാനായിട്ട്. ഞാൻ എന്താ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഗൈസ്, നിങ്ങൾ സൗണ്ടൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് സ്കെച്ചിൽ എടുക്കാം. നിങ്ങളുടെ ഈ പെർമനൻറ്റ് മാർക്കർ എടുക്കാം, ബോർഡ് മാർക്കർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ബ്ലാക്ക് കളർ എടുത്താൽ മതി. ഞാൻ ഇവിടെ ബ്ലാക്ക് ഉപയോഗിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഡെയറി മിൽക്കിന് എഴുതി കൊടുക്കുന്നുണ്ട്. സ്റ്റൈലായിട്ട് ഞാൻ ഡെയറി മിൽക്കിന് എഴുതി കൊടുക്കുന്നുണ്ട്. ബ്ലൂ ആവുന്നുണ്ട് പേര്. ഈ തീം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും ഞാൻ ചെയ്തേക്കണം അത്രയ്ക്ക് ഭംഗിയില്ല എന്ന് പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ ചാനൽ പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് എനിക്കൊരു കീച്ച് വരുന്നു. കീച്ച് കാണിക്കുന്നത്
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യും.